നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ അധിപന്മാരെന്ന അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും വ്യാമോഹങ്ങൾ വെറും പഴങ്കഥയായി എന്നുറപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൻ ശക്തികളായ റഷ്യയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് പുതിയൊരു ലോകക്രമമാണ്. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തിക്കാനുള്ള വിപ്ലവകരമായ നീക്കത്തിലൂടെ ലോകത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം ഈ സഖ്യം ഏറ്റെടുക്കുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കേവലം സൗഹൃദത്തിൽ ഒതുങ്ങുന്നില്ല. അത് കണക്കുകൾ കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വിറപ്പിക്കുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് പ്രതിരോധം, ഊർജം, വ്യാപാരം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ നീണ്ടുനിൽക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തമാണ്. സോവിയറ്റ് യൂണിയൻ കാലം മുതൽ നിലനിൽക്കുന്ന ഈ ബന്ധം പ്രതിരോധ സഹകരണം, ആണവോർജ പദ്ധതികൾ, വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് റഷ്യ. ആണവോർജം, എണ്ണ, വാതക മേഖലകളിൽ റഷ്യ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ്. ഇത് ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ട്രേഡ്, എക്കണോമിക്, സയന്റിഫിക്, കൾച്ചറൽ കോർപ്പറേഷൻ പോലുള്ള വേദികളിലൂടെ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നു. ബഹിരാകാശ ഗവേഷണത്തിനും സഹകരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 6 മടങ്ങിലധികം വർദ്ധിച്ചു. 2024 ഇത് $65 ബില്യൺ കവിഞ്ഞു കഴിഞ്ഞു. 2030 വ്യാപാരം $100 ബില്യൺ ഉയർത്താനാണ് മോദി പുടിൻ സഖ്യം ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള തന്ത്രപരമായ സാമ്പത്തിക പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകി കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജം, ഫാർമ, മാധ്യമ മേഖലകൾ എന്നിവയിൽ ഡസൻ കണക്കിന് ധാരണാപത്രങ്ങളിലാണ് ഈ മാസം ഒപ്പുവെച്ചത്. 2025 എന്ന വർഷം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും കലുഷിതമായ ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിലൂടെ ലോകം കടന്നുപോകുമ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും അമേരിക്കയിലെ പുതിയ ഭരണകൂടം ഇന്ത്യക്ക് മേൽ ചുമത്തിയ കടുത്ത വ്യാപാര തീരുവകളും ഇരു രാജ്യങ്ങളെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ഈ ബാഹ്യ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തങ്ങളുടെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതവും റഷ്യയും കൈകോർത്തത് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കി. ഈ കാലയളവിൽ പ്രതിരോധ മേഖലയിലെ സഹകരണം കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അപ്പുറം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലേക്കും സംയുക്ത നിർമ്മാണത്തിലേക്കും വികസിച്ചു. അതിർത്തികളിൽ പാകിസ്ഥാൻ ഉയർത്തിയ വെല്ലുവിളികളെ നേരിടാൻ റഷ്യൻ നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് കരുത്തു പകർന്നപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ റഷ്യയ്ക്ക് നേരെ ഉയർന്ന ഒറ്റപ്പെടുത്തൽ ശ്രമങ്ങളെ ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര മികവിലൂടെ പ്രതിരോധിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകളും ടാങ്കുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ റഷ്യ തയ്യാറായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. സാമ്പത്തിക രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് 2025 സാക്ഷ്യം വഹിച്ചത്. ഡോളറിനെ ആശ്രയിക്കാതെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ധീരമായ തീരുമാനം പാശ്ചാത്യ സാമ്പത്തിക നിയന്ത്രണങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങളെയും സഹായിച്ചു. ഊർജ മേഖലയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാൻ സാധിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യം വെറുമൊരു സ്വപ്നമല്ലെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ വർഷം ഉണ്ടായത്. ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന വ്ളാഡിമിർ പുടിന്റെ ചരിത്രപരമായ സന്ദർശനം ഈ സൗഹൃദത്തിന്റെ പുതിയ അധ്യായമായി മാറി. ആർട്ടിക് മേഖലയിലെ വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിലും പുതിയ സമുദ്രപാതകൾ വികസിപ്പിക്കുന്നതിലും ഇന്ത്യയെ പങ്കാളിയാക്കാൻ റഷ്യ തീരുമാനിച്ചത് വരും ദശകങ്ങളിൽ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക ഗതി നിശ്ചയിക്കുന്നതിൽ നിർണായകമായി. ആഗോള രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും തളരാതെ നിന്ന ഈ ബന്ധം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സ്ഥാനം കൂടുതൽ ഭദ്രമാക്കിയിരിക്കുകയാണ്. ഊർജ സുരക്ഷയുടെ കാര്യത്തിൽ ലോകം മുഴുവൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോഴും ഇന്ത്യ തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങളിൽ ഉറച്ചുനിന്നു. റഷ്യൻ എണ്ണ ഇന്ത്യയിലെത്തും എന്ന ന്യൂഡൽഹിയിലെ പ്രഖ്യാപനം വെറുമൊരു വാക്കായിരുന്നില്ല, മറിച്ച് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുമുള്ള കൃത്യമായ നീക്കമായിരുന്നു. ഉപരോധങ്ങളുടെ നൂലാമാലകളെ അതിജീവിച്ച് ഇരു രാജ്യങ്ങളും കണ്ടെത്തിയ പുതിയ വ്യാപാര മാർഗങ്ങൾ ലോകക്രമത്തിലെ മാറ്റുന്ന സമവാക്യങ്ങളുടെ തെളിവാണ്. ഈ പ്രതിരോധശേഷി വെറും വാണിജ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ബഹിരാകാശം മുതൽ ആർട്ടിക് മേഖലയിലെ പര്യവേഷണം വരെ നീളുന്ന വിശാലമായ സഹകരണത്തിനാണ് 2025 തുടക്കം കുറിച്ചത്.
പ്രതിരോധ മേഖലയിൽ ഭാരതത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ റഷ്യൻ സാങ്കേതികവിദ്യ നൽകിയ പിന്തുണ ഈ വർഷം ഏറെ ശ്രദ്ധേയമായി. പാകിസ്ഥാനുമായി അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയുടെ ആകാശ കരുത്തായി മാറിയത് റഷ്യൻ നിർമ്മിത S-400 മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ ശത്രുവിന്റെ വെല്ലുവിളികളെ തടയാൻ ഈ സംവിധാനം നൽകിയ മുൻതൂക്കം ലോകം അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത്. ഇതിന് പിന്നാലെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനെക്കുറിച്ചും അത്യാധുനികമായ S-500 സംവിധാനങ്ങൾ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ചരിത്രപരമായ 10ാമത്തെ ഇന്ത്യ സന്ദർശനം ഈ വർഷത്തെ നയതന്ത്ര വിജയങ്ങളുടെ മകുടോദാഹരണമായി മാറി. 2030ഓടെ $100 ബില്യൺ വ്യാപാര ലക്ഷ്യം പ്രഖ്യാപിച്ചതിലൂടെ സാമ്പത്തിക രംഗത്ത് പുതിയൊരു കുതിച്ചുചാട്ടത്തിനാണ് ഇരു നേതാക്കളും അടിത്തറയിട്ടത്. ആർട്ടിക് മേഖലയിലെ എണ്ണവാതക വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിലും പുതിയ സമുദ്രപാതകൾ വികസിപ്പിക്കുന്നതിലും ഇന്ത്യയെ പങ്കാളിയാക്കാനുള്ള റഷ്യയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു യുഗത്തിലേക്ക് കടന്നതിന്റെ സൂചനയാണ്. റഷ്യയുടെ സൈനിക കരുത്തും ഇന്ത്യയുടെ ശക്തിയും ഒന്നിക്കുമ്പോൾ അത് ലോകത്തിന്റെ ഗതി മാറ്റുകയാണ്. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളർത്താമെന്ന അമേരിക്കയുടെ മോഹം വെറും ജലരേഖയായി മാറി. 2030ഓടെ $100 ബില്യൺ വ്യാപാരമെന്ന ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഈ പുതിയ അധികാര കേന്ദ്രം ലോകം ഭരിക്കുമെന്നതിൽ തർക്കമില്ല. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.